Good morning. Morning, ma'am. Morning, Miss. Good morning, Miss. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എത്ര വരെയായിരുന്നു? ഓൺലൈൻ സെക്യൂരിറ്റി തുടങ്ങിയിരിക്കണം അല്ലെ? വെബ് ബ്രൗസേഴ്സ് വരെ നമ്മൾ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ആണ് ഓൺലൈൻ സെക്യൂരിറ്റീസ് ആണ് പറയേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Online security. Online security threats refers to the numerous risks and vulnerability that can compromise the security of individuals, organizations, and systems when using the internet. Okay, നമുക്കറിയാം നമ്മളെല്ലാവരും എന്താണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും യൂസ് ചെയ്യുന്നവരാണ് അല്ലെ? അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ റിസ്കുകൾ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? നമ്മള് ഇപ്പൊ പേപ്പറിലായാലും പല പല ന്യൂസുകളിലായാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഹാക്കേഴ്സ് വന്ന് ഹാക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള എന്താണ് ചോർത്തുന്നത് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള പല ന്യൂസുകളും നമ്മൾ കാണാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിയർ ആർ സം കോമൺ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാൾവെയർസ്. ഓക്കെ, മാൾവെയർ. മാൾവെയർ short for malicious software. Underline ചെയ്യാം. malwares എന്ന് പറയുന്നത് ഒരു malicious ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. Consist of virus, worms, trojans, ransomware and spywares. ഇത്തരം കാര്യങ്ങളാണ് malwaresൽ ഉൾപ്പെടുന്നത്. വൈറസ് ഉണ്ട്, worms ഉണ്ട്, trojans ഉണ്ട്, ransomware ഉണ്ട്, അതുപോലെ spyware ഉണ്ട്. Malwares is outlined to damage or obtain unauthorized entry to a system, steal sensitive information or damage normal computer operations. ഇവിടെ പറയുന്നത് നമുക്കറിയാം, പല നമ്മള് ഇപ്പോ പല ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തിയിട്ട് അല്ലെ സിസ്റ്റത്തിനുള്ളിലേക്ക് സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറുകളെയോ നെറ്റ്വർക്കുകളെയോ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ ഡിവൈസസുകളെ ഉപദ്രവിക്കുന്നതോ അതിന് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ സോഫ്റ്റ്വെയറുകളാണ് എന്ന് പറയുന്നത്. ഈ മാൾവെയർസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ഡിവൈസസിലേക്കോ നെറ്റ്വർക്കുകളിലേക്കോ ഉപദ്രവിക്കുന്ന രീതിയിൽ അതിനെ ഹാംഫുൾ ആക്കി തീർക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ആണ് മാൾവെയർസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള വൈറസുകൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് വൈറസ് കയറി കഴിഞ്ഞാല് അതെന്താണ്, പ്രവർത്തിക്കോ? ഇല്ല അല്ലെ? എല്ലാ കാര്യങ്ങളും ഡാറ്റാസ് ഒക്കെ പോകും, അതുപോലെ തന്നെ ഹാങ് ആവും അല്ലെ? ഡാറ്റാസ് നഷ്ടപ്പെടും, കമ്പ്യൂട്ടറിലെ വിവരങ്ങളോ അല്ലെങ്കിൽ നെറ്റ്വർക്കുകളെ കമ്പ്യൂട്ടറുമായിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഡിവൈസസിലേക്ക് ഡാമേജ് വരുത്തുന്ന രീതിയിലാണ് അല്ലെ വൈറസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാൽവെയർസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പറഞ്ഞത് സോഫ്റ്റ്വെയർസ്. ഓക്കെ, സോറി, വൈറസ് കേട്ടോ. ഫസ്റ്റ് വൺ പറഞ്ഞത് വൈറസ്, ബോംബ്സ്, അതുപോലെ തന്നെ ട്രോജൻസ്, റാൻസോംവെയർ, സ്പൈവെയർ. ഇത്രയും കാര്യങ്ങളാണ് മാൾവെയർസിൽ വരുന്നത്. വളരെയധികം മാൾവെയർസുകൾ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് പറഞ്ഞത് വൈറസ്. ഇനി എന്താണ് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയും ഫയൽസിനെയും ഡാമേജ് ചെയ്യുന്ന ഒന്നാണ് വൈറസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയും ഫയൽസിനെയും ഡാമേജ് ചെയ്യുന്ന ഒന്നാണ് വൈറസ് എന്ന് പറയുന്നത്.
ഇനി എന്താണ് വോംസ്? വോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ഡാമേജ് ചെയ്യുന്ന ഒന്നാണ് വോംസ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ഡാമേജ് ചെയ്യുന്ന ഒന്നാണ് വോംസ് എന്ന് പറയുന്നത്. ട്രോജൻസ് എന്താണ്? അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കയറിപ്പറ്റുന്ന ഒരു തരം മാൽവയറാണ് ട്രോജൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റാൻസോം വയർ. റാൻസോം വയർ എന്തിനെയായിരിക്കും ആക്രമിക്കുന്നത്? കമ്പ്യൂട്ടർ ഫയലുകളെ ആക്രമിക്കുന്നതിനെയാണ് റാൻസോം വയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഫയലുകളെ ആക്രമിക്കുന്നതിനെയാണ് റാൻസോം വയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഫയലുകളെയാണ് റാൻസോം വയർ ആക്രമിക്കുന്നത്. ഇനി സ്പൈവയർ എന്താണ്? കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്ത ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റാസിനെയും നശിപ്പിക്കുന്നു. അതാണ് സ്പൈവയർ എന്ന സോഫ്റ്റ്വെയർ കേട്ടോ. സ്പൈവയർ എന്ന ഈ ഇത് മാൽവയർ കേട്ടോ. കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്ത് വെച്ചതുമായിട്ടുള്ള ഡാറ്റാസിനെ നശിപ്പിക്കുന്നതാണ് സ്പൈവയർ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? എന്തെങ്കിലും പോയിന്റ്സ് കിട്ടാത്തതോ എന്തെങ്കിലും വിട്ടുപോയതൊക്കെ ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ വൈറസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയും ഫയലിനെയും ഡാമേജ് വരുത്തുന്നു അല്ലെ. ഇനി അതുപോലെ വോംസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ ഡാമേജ് വരുത്തുന്നുണ്ട്. ട്രോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളെയോ കയറി പറ്റുന്ന ഒരു തരം മാൽവയർ. ഓക്കെ, അതിനെയാണ് ട്രോജൻസ് എന്ന് പറയുന്നത്. അതുപോലെ റാൻസോം വയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഫയലുകളെ നശിപ്പിക്കുന്നു. സ്പൈവയർ എന്ന് പറയുന്നത് എന്താണ്? കളക്ട് ചെയ്ത് വെച്ചതും അതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചതുമായിട്ടുള്ള ഡാറ്റാസിനെ നശിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് മാൽവയേഴ്സ്. ഡിഫറെന്റ് കുറെ അധികം മാൽവയേഴ്സ് നമ്മൾ കണ്ടു. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കിയത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം ഫിഷിംഗ്. എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാല്? ഫിഷിംഗിന്റെ മീനിങ് വല വീശി പിടിക്കുക. ഫിഷിംഗ് നോക്കാം. ഫിഷിംഗ് ഇൻവോൾവ്സ് deceitful attempt to devise users into providing sensitive information like password, credit card details, or personal data. Phishing attacks often taken from the deceptive emails, website, or messages that imitate legitimate entities, tracking users into revealing their information. ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല വീശി പിടിക്കുക അല്ലെ. ഫിഷിംഗിൽ എന്താണ് ചെയ്യുന്നത്? ഫിഷിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ചോർത്തുകയോ
പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നതോ ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം. ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നതോ ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? പലതരത്തിലാവാം അല്ലെ. ഇപ്പൊ ഫേക്ക് വെബ്സൈറ്റുകളിലൂടെയോ അല്ലെങ്കിൽ ഫേക്ക് ഇമെയിൽസ് അയച്ചിട്ടാവാം, അല്ലെങ്കിൽ ഫേക്ക് മെസ്സേജിലൂടെ ആവാം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ചോർത്തുന്നത്. ഇപ്പോ നിങ്ങൾക്കിപ്പോ ഫോൺ വിളിച്ചിട്ട് പറയും ചിലപ്പോ എന്താണ് ഇങ്ങനെ എന്താണ് മൊബൈലില് ഫോൺ വിളിച്ചിട്ട് പറയും ബാങ്ക് അക്കൗണ്ട് വേണം, ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം, അതുപോലെ ആധാർ നമ്പർ ആവശ്യമാണ്, ഞങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യാനായിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കും അല്ലെ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഫേക്ക് മെയിൽ അയച്ചിട്ടോ ഫേക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടോ ചിലപ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ പാടില്ലല്ലേ. പല ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഫേക്ക് മെസ്സേജുകൾ നമ്മുടെ മൊബൈലിലൂടെ ഫേക്ക് മെസ്സേജുകൾ അയച്ചിട്ട് അങ്ങനെ പല കാര്യങ്ങളും ചോർത്താനായിട്ട് ഇടവരുന്നുണ്ട് കേട്ടോ. അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നതോ ചെയ്യുന്നതാണ് ഫിഷിംഗ്. ഓക്കെ, പലതരത്തിലാവാം. ഫേക്ക് വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഫേക്ക് ഇമെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള മെസ്സേജ് മൊബൈലിലൂടെ അയച്ചിട്ടോ ആവാം അങ്ങനെ ഇൻഫർമേഷൻസ് ചോർത്തുന്നത്. അപ്പൊ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇപ്പോ മൊബൈലില് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം, നിങ്ങളുടെ ആധാർ നമ്പർ വേണം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം ചെയ്യാനായിട്ടാണ്. അങ്ങനെ പല മെസ്സേജുകളും പല ആളുകളും അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് അങ്ങനെയുള്ള അവരുടെ ഇൻഫർമേഷൻസ് ചോർത്താനായിട്ട് ഇടവന്നിട്ടുണ്ട്. പല ന്യൂസുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഓക്കെ, പല ആഡ്സുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആധാർ നമ്പർ ആയാലും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആയാലും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കരുത് എന്നുള്ള പരസ്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് ഐഡന്റിറ്റി ത്രെഫ്റ്റ്. Identity theft happens when someone acquires and uses another person's personal information, such as social security numbers, credit card details, or lodging credential without their permission. This can end in financial loss, unauthorized entry to account, and damage to an individual's reputation. അപ്പോ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് വേറൊരാളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ ആളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നു. മനസ്സിലായോ? ഒരാള് വേറൊരാളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നതിനെയാണ് ഇന്ന് പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫിഷിംഗ് എന്താണ്, മാൽവെയർ എന്താണ്, ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണ്? വായിച്ചു നോക്കി. ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടും കേട്ടോ. ഓക്കെ, അപ്പോ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് വേറൊരാളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നു. ഓക്കെ, 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. 3 കാര്യങ്ങൾ, 3 പോയിന്റ്സ് വായിക്കണം.
ഓക്കെ, ക്ലിയർ ആണോ? മൂന്ന് കാര്യങ്ങളും ഐഡന്റിറ്റി തെഫ്റ്റ് വരെയും ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡാറ്റ ബ്രീച്ചസ്. Data breaches includes unauthorized entry to sensitive information like personal records, financial data, and or individual property, normally through hacking or exploiting vulnerability in systems or networks. Data breaches may end in a lot of financial losses, reputational damages, and compromised privacy. Okay. അപ്പോൾ ഇവിടെ പറയുന്നത് ഡാറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പ്രൊട്ടക്റ്റീവ് നമ്പേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിവരങ്ങള് അയാളുടെ അനുമതിയില്ലാതെ സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡാറ്റ ബ്രീച്ചേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഒരാളുടെ പ്രൊട്ടക്റ്റീവ് നമ്പേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങള് അയാളുടെ അനുമതി ഇല്ലാതെ സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മള് ഡാറ്റ ബ്രീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു തരത്തില് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാക്കിങ് അല്ലെങ്കിൽ സ്റ്റോളൻ എന്ന വിഭാഗത്തിലാണ് ഇത് വരുന്നത്. സ്റ്റോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കുക. ഓക്കെ, അപ്പൊ ഹാക്കിംഗ് വരാം, അല്ലെങ്കിൽ എന്താണ് സ്റ്റോളൻ എന്ന വിഭാഗത്തിലാണ് ഈ ഡാറ്റ ബ്രീച്ചേഴ്സ് വരുന്നത്. ഇത് മൂലം അവരുടെ ഇൻഫർമേഷൻസ് എടുത്ത് അവർക്ക് ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ആരുടെയാണോ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എടുക്കുന്നത് ആൾക്ക് എന്തുണ്ടാകുന്നുണ്ട്? ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാവാം, അതുപോലെ തന്നെ റെപ്യൂട്ടേഷണൽ ഡാമേജസ് വരാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. അപ്പോ ഡാറ്റ ബ്രീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പ്രൊട്ടക്റ്റീവ് നമ്പേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിവരങ്ങള് അയാളുടെ അനുമതി ഇല്ലാതെ സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡാറ്റ ബ്രീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? രണ്ടും പറയണോ? ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചോർത്തുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് തുടങ്ങി പറയണോ? ഓക്കെ ഓക്കെ, ഇനി ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് വേറെ ആളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നു. മനസ്സിലായോ? ഇനി ഡാറ്റ ബ്രീച്ചേഴ്സ് എന്താണ്? സെയിം ഒക്കെ തന്നെയാണ്, നമ്മൾ നോക്കുമ്പോൾ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. അത് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാല് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡാറ്റ ബ്രീച്ചേഴ്സിൽ വരുന്നത് പ്രൊട്ടക്റ്റീവ് നമ്പർ ആവാം,
പല നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് നമ്പേഴ്സ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസുകൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അയാളുടെ അനുമതി ഇല്ലാതെ സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഡാറ്റ ബ്രീച്ചേഴ്സ് എന്ന് പറയും. ക്ലിയർ ആയോ ഡിഫറൻസ്? ഐഡന്റിറ്റി തെഫ്റ്റിൽ വരുന്നത് അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് മാത്രമാണ്. ഓക്കെ, ഇനി എന്താണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്? ഓക്കെ, MITM എക്സ്പാൻഡഡ് ഫോം ഒക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Man in the middle attacks includes intercepting and changing communication between two parties without their knowledge. Attacks can overhear, modify, or inject spiteful content into the communication, potentially compromising sensitive information or handling the exchange. എന്താണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് എന്ന് പറഞ്ഞാല് തന്ത്രപരമായി വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനായിട്ട് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സൈബർ ആക്രമണമാണ് എന്തെന്ന് പറയുന്നത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, തന്ത്രപരമായിട്ട് വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനായി രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്ന സൈബർ ആക്രമണം. മനസ്സിലായോ? ഇപ്പൊ ഒരു ബാങ്കില് എന്താണ് ഒരു ബാങ്കിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് എന്ന് പറഞ്ഞ ആ കാര്യം നടക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഹാക്ക് നടക്കുന്നത് കേട്ടോ. അപ്പോ ഒരു മാനേജർ എന്താവാം, മാനേജർ കസ്റ്റമറോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ പരസ്പരം കാര്യങ്ങൾ അല്ലെ, പേഴ്സണൽ ഇൻഫർമേഷൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ എന്തെങ്കിലും ലോൺ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മള് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ബാങ്ക് മാനേജറെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോ അവർ സംസാരിക്കുന്ന ഡാറ്റയില് ചേഞ്ചസ് വരുത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തന്ത്രപരമായിട്ട് ആ കസ്റ്റമേഴ്സിന്റെ ഡാറ്റകള് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരാള് ഹാക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ആ ബാങ്ക് മാനേജറും കസ്റ്റമറും തമ്മിൽ സംസാരിക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലും അവരുടെ കമ്മ്യൂണിക്കേഷനിലെ തടസ്സങ്ങൾ വരുത്തി അവരുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരാള് ഹാക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? തന്ത്രപരമായിട്ട് വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനായിട്ട് രണ്ടുപേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ, ആ കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്തിയിട്ട് ഉള്ളൊരു സൈബർ ആക്രമണമാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് എന്ന് പറയുന്നത്. ബാങ്ക് മാനേജറും കസ്റ്റമറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോ അവര് തമ്മിൽ എന്തെങ്കിലും ഇപ്പൊ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുത്തിയിട്ട് ആ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ചോർത്തിയെടുക്കുന്നു മറ്റൊരാള്. മനസ്സിലായോ? ക്ലിയർ ആണോ? മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സും അതുപോലെ ഡാറ്റ ബ്രീച്ചേഴ്സും ഒന്ന് വായിച്ചു നോക്കിയേ. രണ്ട് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാത്തത് നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വായിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. 4ഉം 5ഉം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ, ഇനി 6th വൺ ആണ് പാസ്വേഡ് അറ്റാക്സ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കേട്ടിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പാസ്വേഡ് അറ്റാക്സിനെ കുറിച്ച്. Password attacks aims to attain unauthorized entry into account due to cracking or bypassing password security. Common techniques consist of brute force attacks. Underline ചെയ്യാട്ടോ, password attacks ന്റെ common ആയിട്ടുള്ള techniques ആണ് ഇത്. Brute force attacks, dictionary attacks and credential stuffing. മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Attackers use stolen. Stolen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Stolen means എന്താണ്? മോഷ്ടിക്കുക. Stolen or leaked passwords from other sources to attain unauthorized access. എന്താണ് പാസ്വേഡ് അറ്റാക്സ് എന്ന് പറഞ്ഞാല്? പാസ്വേഡ് സെക്യൂരിറ്റി ടാപ്പ് ചെയ്യുകയോ മറികടക്കുകയോ ചെയ്തുകൊണ്ട് അനധികൃത ആക്സസ് നേടാനുള്ള ശ്രമങ്ങളെയാണ് പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. പാസ്വേഡ് സെക്യൂരിറ്റി ട്രാക്ക് ചെയ്യുകയോ മറികടക്കുകയോ ചെയ്തുകൊണ്ട് അനധികൃത ആക്സസ് നടത്താനുള്ള ശ്രമങ്ങളെയാണ് പാസ്വേഡ് അറ്റാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 3 രീതികളാണ് ഇതിൽ വരുന്നത്. ഏതൊക്കെയാണ്? brute force attacks, dictionary attacks and credential stuffing. ഇനി എന്താണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് എന്ന് പറഞ്ഞാല് ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡും ആ പാസ്വേഡിന്റെ കോമ്പിനേഷൻസ് ആവർത്തിച്ച് പരിശോധിക്കുക. മനസ്സിലായോ? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് ശരിയായ പാസ്വേഡ് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡ് കോമ്പിനേഷനും ആവർത്തിച്ച് പരിശോധിക്കുന്നു. ഇല്ലേ? നമ്മൾ നോക്കാറുണ്ടല്ലേ, നമ്മ പാസ്വേഡ് ഒക്കെ അറിയുന്നില്ല എങ്കിൽ എന്താണ്, ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മള് നോക്കും, എന്നിട്ടൊക്കെ നോക്കും കറക്റ്റ് ആണോ ഇല്ല. ഇനി അടുത്ത ഇട്ട് നോക്കാറുണ്ടല്ലോ. അങ്ങനെ നമ്മള് എന്താണ് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മള്? അതുപോലെയാണ് പാസ്വേഡ് അറ്റാക്കിലെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് അല്ലെ. ശരിയായ പാസ്വേഡ് കണ്ടെത്തുന്നത് വരെ അത് നമ്മളിങ്ങനെ എൻട്രി ചെയ്ത് കൊടുക്കും അല്ലെ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഒരാളും എന്താണ് ഇതിൽ പറയുന്നത്, ഒരാളും നമ്മൾ പാസ്വേഡ് പറഞ്ഞു തരാറില്ല. എന്താണ്, അയാളുടെ ATM കാർഡ് മോഷ്ടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതായിരിക്കാം നമ്പർ, അല്ലെങ്കിൽ അയാളുടെ നെയിം, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ശരിയാവുന്നത് എങ്ങനെയാണ് ഉള്ളത് കണക്ട് ചെയ്ത് വെച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാണ് ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡ് കോമ്പിനേഷനും ആവർത്തിച്ചു പരിശോധിക്കും. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഡിക്ഷണറി അറ്റാക്സ്. ഡിക്ഷണറി അറ്റാക്സ് എന്ന് പറഞ്ഞാല് ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റുകളും എടുക്കുന്നു. ശരിയായ പാസ്വേഡ് ഊഹിക്കാനായിട്ട് അല്ലെങ്കിൽ ഊഹിക്കാൻ പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റുകളും എടുക്കുന്നു. അതായത് ശരിയായ പാസ്വേഡ് കിട്ടാൻ വേണ്ടി ജനറൽ ആയിട്ട് പാസ്വേഡ് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങള് അത് ഉപയോഗിച്ചുകൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അവരെന്ത് ചെയ്യും? നമ്മളുടെ ശരിയായ പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജനറൽ ആയിട്ടുള്ള പാസ്വേഡിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. അല്ലെങ്കിൽ എങ്ങനെയാണ്? അയാളുടെ കയ്യിലുള്ള പാസ്വേഡുകളിലെ ലിസ്റ്റ് എടുക്കും. ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പാസ്വേഡ് കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ഓരോ പാസ്വേഡ് ലിസ്റ്റ് ഉണ്ടാവും, അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പാസ്വേഡ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ്? പാസ്വേഡ് ശരിയായത് കിട്ടാൻ വേണ്ടിയിട്ട് ജനറൽ ആയിട്ടുള്ള പാസ്വേഡുകളിൽ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പാസ്വേഡുകളിൽ ലിസ്റ്റുകൾ എടുക്കുകയും
അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പാസ്വേഡ് ഊഹിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ക്രിഡൻഷ്യൽ സ്റ്റഫിംഗ്. എന്താണ് ക്രിഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാല്? അക്കൗണ്ടുകള് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഷ്ടിച്ചതോ ലീക്ക് ആയിട്ടുള്ളതോ ആയ പാസ്വേഡ് ഉപയോഗിക്കുന്നു. അതാണ് ക്രിഡൻഷ്യൽ സ്റ്റഫിംഗ്. അക്കൗണ്ടുകള് ആക്സസ് ചെയ്യാൻ വേണ്ടി മോഷ്ടിച്ചതോ ലീക്ക് ആയതോ ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ ഒരാളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് മോഷ്ടിച്ചതോ അല്ലെങ്കിൽ ലീക്ക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പാസ്വേഡുകൾ എടുത്തിട്ട് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. മനസ്സിലായോ? ഞാൻ മുമ്പ് മോഷ്ടിച്ചതോ അല്ലെങ്കിൽ ലീക്ക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പാസ്വേഡുകൾ എടുത്തിട്ട് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ക്രിഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഷ്ടിച്ചതോ ലീക്ക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കും. ഓക്കെ ആണോ? 3 കാര്യങ്ങളും: ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, ഡിക്ഷണറി അറ്റാക്സ്, ക്രിഡൻഷ്യൽ സ്റ്റഫിംഗ്. ആർക്കെങ്കിലും കിട്ടാത്തതോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ജസ്റ്റ് ആ 3 കാര്യങ്ങൾ, പാസ്വേഡ് അറ്റാക്ക് എന്താണ്, ആ 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. പാസ്വേഡ് അറ്റാക്ക് പറയണോ? പാസ്വേഡ് അറ്റാക്കിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് പാസ്വേഡ് സെക്യൂരിറ്റി ട്രാക്ക് ചെയ്യുകയോ മറികടക്കുകയോ ചെയ്തുകൊണ്ട് അനധികൃത ആക്സസ് നേടാനുള്ള ശ്രമങ്ങളാണ് പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. പാസ്വേഡ് സെക്യൂരിറ്റി ട്രാക്ക് ചെയ്യുകയോ മറികടക്കുകയോ ചെയ്തുകൊണ്ട് അനധികൃത ആക്സസ് നേടാനുള്ള ശ്രമങ്ങൾ കേട്ടോ. മാൾവെയർ പറയണോ? മാൾവെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ക്ഷുദ്ര വൈറസുകൾ എന്നാണ് പറയുന്നത്. ക്ഷുദ്ര വൈറസുകൾ. മാൾവെയർ എന്ന് പറഞ്ഞാൽ ഒരു മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റത്തിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി നടത്തുകയും സിസ്റ്റത്തിനുള്ളിലെ കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ നെറ്റ്വർക്കുകളെയൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസസുകളെയൊക്കെ ഉപദ്രവിക്കുന്നതോ അതിന് ഹാംഫുൾ ആയി തീർക്കുന്നതോ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇങ്ങനെയുള്ള ഈ വൈറസുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കിടക്കുമ്പോൾ എന്താണ്? ഡാറ്റാസ് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ വിവരങ്ങള്, നെറ്റ്വർക്കുകളെയൊക്കെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിവൈസസിനെയും ഡാമേജ് വരുത്തുന്ന ഒന്നാണ് മാൾവെയർ എന്ന് പറയുന്നത്. ഓക്കെ, മാൾവെയറിൽ എന്തൊക്കെ ഉണ്ടാവാം? എന്തൊക്കെയാണ് മാൾവെയർസ്? വളരെയധികം മാൾവെയർസ് ഉണ്ട്. കുറേയധികം മാൾവെയർസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? വൈറസ് ഉണ്ട്, വോംസ് ഉണ്ട്, ട്രോജൻസ് ഉണ്ട്, റാൻസം വയർ ഉണ്ട്, സ്പൈ വയർ ഉണ്ട്. അതൊക്കെ എഴുതിയെടുത്തതല്ലേ? ഓക്കെ.
ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് 7th വൺ, ഇൻസൈഡർ ത്രെഡ്സ്. Insider threats means a risk posed by individuals within an organization who have authorized the entry into system or sensitive data. These threats can raise from spiteful intent, negligence, or unthinking actions that compromise security. അപ്പൊ ഇവിടെ പറയുന്നത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിനുള്ളിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികള് സ്ഥാപനത്തിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയിലേക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെയോ അറ്റാക്ക് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നതിനെയാണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഒരു സ്ഥാപനത്തിനുള്ളിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികള് സ്ഥാപനത്തിനുള്ളിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയിലേക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെയോ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നതിനെയാണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ഒരു സ്റ്റാഫ് ആ സ്ഥാപനത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റയിലേക്കോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഇൻഫർമേഷനിലേക്കോ എൻട്രി നടത്തുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ആ സ്ഥാപനത്തിനെതിരായിട്ട് ചാരപ്പണി നടത്തുന്നത്. പറയാറില്ലേ ചാരപ്പണി അല്ലെ? ആ ഡാറ്റാസ് എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അല്ലെ, ചാരപ്പണി നടത്തുന്നത്. അതിനെയാണ് ഇൻസൈഡ് ത്രെഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ചുരുക്കി പറയുകയാണെങ്കിൽ ആ സ്ഥാപനത്തിനെതിരായിട്ട് ചാരപ്പണി നടത്തുന്നത്. ഓക്കെ. ഡാറ്റ ചോർത്തുന്നത്, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ കണക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ. അപ്പോ ഇത് 3 വിധത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? സ്പൈറ്റ്ഫുൾ ഇന്റന്റ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സ്പൈറ്റ്ഫുൾ ഇന്റന്റ്, നെഗ്ലിജൻസ്, അൺതിങ്കിങ് ആക്ഷൻസ്. ഓക്കെ. അപ്പോ ഫസ്റ്റ് വൺ ആണ് എന്ത്? സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറയുന്നത് മനഃപൂർവമായിട്ട് ഉള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ സ്ഥാപനത്തിനെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ബോധപൂർവമായിട്ടുള്ള ഡാറ്റയില് എൻട്രി നടത്തുന്നു. മനസ്സിലായോ? മനഃപൂർവം ആയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആ സ്ഥാപനത്തെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ബോധപൂർവമായിട്ട് ഡാറ്റയില് എൻട്രി നടത്തുന്നതിനെയാണ് സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറയുന്നത്. മനഃപൂർവം നടത്തുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാല് മനഃപൂർവമല്ലാതെ അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് ഡാറ്റകള് കൈകാര്യം ചെയ്യുന്നതിനിടയില് ഡാറ്റയില് എൻട്രി നടത്തുന്നു. ഇല്ലേ? ഇപ്പൊ ചില ഓഫീസുകൾ അല്ലെങ്കിൽ ചില ഓർഗനൈസേഷനിലൊക്കെ കാണാം, നമ്മൾ ചിലപ്പോ തിരക്കോ അശ്രദ്ധമായിട്ടൊക്കെ ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഡാറ്റകള് പോകുന്നത്, ലീക്കായി പോവാറുണ്ട്. ഇല്ലേ? അപ്പൊ അങ്ങനെ മനഃപൂർവമല്ലാതെ അശ്രദ്ധമായിട്ട് ഡാറ്റകള് കൈകാര്യം ചെയ്യുമ്പോ ഡാറ്റയില് എൻട്രി നടത്തുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അൺതിങ്കിങ് ആക്ഷൻസ്, ചിന്തിക്കാതെയുള്ള പ്രവർത്തനം. ഒരു സ്ഥാപനത്തില് ഫോർ എക്സാമ്പിൾ പറയാം, ഒരു സ്ഥാപനത്തിലെ മേലധികാരി ഡാറ്റ ചോർത്തുന്ന ആളോട് ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിച്ചു. അപ്പൊ അയാൾക്ക് തിരിച്ചെന്ത് വരും? ഇഷ്ടം തോന്നോ? ഇല്ല. അയാൾക്കും തിരിച്ചെന്ത് തോന്നാം? ദേഷ്യം തോന്നാം അല്ലെ? അങ്ങനെ ദേഷ്യം വരുമ്പോ അയാൾ എന്ത് ചെയ്യും? അപ്പൊ അശ്രദ്ധമായിട്ട് അയാളുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ദേഷ്യം തോന്നുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നമുക്കും ദേഷ്യം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് അശ്രദ്ധമായിട്ടായിരിക്കും അവിടുത്തെ വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ? അതുപോലെ തന്നെ ഇയാൾക്ക് എന്ത് ചെയ്യും? ദേഷ്യം തോന്നിയിട്ട് അശ്രദ്ധമായിട്ട് അവിടുത്തെ ഡാറ്റകള് കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റയിൽ എൻട്രി നടത്തുന്നുണ്ട്. മറ്റു ഡാറ്റ ചോർത്താനായിട്ടല്ല, നമ്മുടെ ഡാറ്റ ചോരാനായിട്ട് ഇടവരുന്നുണ്ട്. അതിനെയാണ് എന്ത്? തിങ്കിങ് ആക്ഷൻസ്, അൺതിങ്കിങ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ചിന്തിക്കാതെയുള്ള പ്രവർത്തനം.
സ്ഥാപനത്തിലെ മേലധികാരി ഡാറ്റ ചോർത്തുന്ന ആളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും തിരിച്ചും ഇയാൾക്ക് ആ മേലധികാരിയോട് ദേഷ്യം വരികയും അങ്ങനെ അശ്രദ്ധമായിട്ട് അവിടുത്തെ ഡാറ്റകളെ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഡാറ്റ ചോരാനായിട്ട് ഇടവരുന്നുണ്ട്. അതാണ് അൺതിങ്കിങ് ആക്ഷൻസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ആണ് ഒരു പോയിന്റും കൂടി ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്. Using unsecured or public Wi-Fi network can reveal users to risk like data interception, unauthorized entry, or man-in-the-middle attacks. Attackers can snatch network traffic and capture sensitive information passed through these networks. To mitigate online security threats, it is necessary to adopt security best practice like using strong and unique password, frequently updating softwares and applications, enabling two-factor authentications, being cautious of doubtful emails or links, and keeping awareness of current security threats, employing dependable security software, frequently backing up data, and keeping informed about the latest security practices can also help safeguard against online security threats. അപ്പൊ എന്താണ് അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല്? നമ്മളെല്ലാവരും ഇപ്പൊ പബ്ലിക് ആയിട്ട് വൈഫൈ ഒക്കെ കിട്ടുമ്പോ വൈഫൈ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? പബ്ലിക് സ്ഥലങ്ങളില്, ബസ് സ്റ്റാൻഡില്, അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക് ഇടങ്ങളിലൊക്കെ നമ്മള് വൈഫൈ യൂസ് ചെയ്യാറുള്ളവരാണോ? ചെയ്യാറുണ്ടോ നിങ്ങള്? ഓഫീസില് അല്ലെ, പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ? അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അതിന് പല റിസ്കുകൾ ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മൾ വൈഫൈ കിട്ടുമ്പോ എന്താണ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ആ റിസ്കുകൾ ഉണ്ട് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മള് പബ്ലിക് ആയിട്ട് വൈഫൈ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ അങ്ങനെ ഡാറ്റ ചോരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഡാറ്റാസ് ചോരാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ പബ്ലിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോ. അത് ഓർക്കണോട്ടെ എല്ലാവരും. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ നമ്മള് പബ്ലിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോ നമ്മുടെ ഡാറ്റ ചോരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഡാറ്റ ചോരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, ഇത്തരത്തിലെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യണം. ഓക്കെ, അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? സ്ട്രോങ് പാസ്വേഡ് അല്ലെ? സ്ട്രോങ് പാസ്വേഡ് നമ്മൾ യൂസ് ചെയ്യണം. അവിടെ യൂസിങ് സ്ട്രോങ് ആൻഡ് യൂണിക് പാസ്വേഡ് കണ്ടില്ലേ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സ്ട്രോങ് ആൻഡ് യൂസ് യൂണിക് പാസ്വേഡ്. സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ തെറ്റായ ലിങ്കുകളില് കയറി ഓപ്പൺ ചെയ്യാതിരിക്കണം. എന്തെങ്കിലും ലിങ്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റായ ലിങ്ക് ആണെങ്കിൽ അതിൽ കയറി നമ്മൾ ഓപ്പൺ ആക്കാനായിട്ട് പാടില്ല. അപ്പൊ തെറ്റായ ലിങ്കുകളിൽ കയറിയിട്ട് ഓപ്പൺ ചെയ്യാതിരിക്കുക. സോഫ്റ്റ്വെയർ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണം. സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സുരക്ഷാ ഭീഷണിയെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നിരുന്നാലേ നമുക്കൊരു എന്തുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അവയർനെസ് ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ ഡാറ്റ ചോരാനായിട്ട് ഇടവരും അല്ലെ? പല കാര്യങ്ങളിലൂടെ നമുക്ക് എന്താണ്, ലിങ്കുകളോ അങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ ഡാറ്റകള്, നമ്മുടെ അക്കൗണ്ടിങ് ലോസുകൾ അങ്ങനെ പല രീതിയിൽ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് നമുക്ക് എന്ത് വേണം? കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ്സും വേണം.
ഓക്കെ, സുരക്ഷാ ഭീഷണിയെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ തെറ്റായ ലിങ്കിൽ കയറിയിട്ട് ഓപ്പൺ ആക്കാൻ പാടില്ല. സ്ട്രോങ് ആൻഡ് യൂണിക് പാസ്വേഡ് യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്കിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്നെടുത്ത ഭാഗങ്ങളാണ്. മാനിങ് ദ മിഡിൽ അറ്റാക്സ് MITM എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എക്സ്പാൻഡഡ് ഫോം ചോദിച്ച് കണ്ടിട്ടുണ്ട്, അപ്പൊ അതൊന്ന് നോക്കാം. അതുപോലെ ഫിഷിംഗ് എന്താണ്, ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണ്, ഡാറ്റ ബ്രീച്ചസ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മാൾവയർ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്, അണ്ടർലൈൻ ചെയ്യാം. മാൾവയേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മാൾവയേഴ്സ്? പലതരം മാൾവയേഴ്സ് നമ്മൾ പഠിച്ചു അല്ലെ. വൈറസ്, വോംസ്, ട്രോജൻസ്, റോസോം വയർ, സ്പൈവയർ, ഇതൊക്കെയാണ് പലതരത്തിലുള്ള മാൾവയേഴ്സ് എന്ന് പറയുന്നത്. അതും ഒന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് വായിക്കണേ. അതുപോലെ ഇന്റർനെറ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വരും ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഫീച്ചേഴ്സ്, മൈക്രോസോഫ്റ്റ് എക്സലന്റ്, അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ്, പവർ പോയിന്റ്, ഇതൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അതിന്റെയൊക്കെ ആ ഫീച്ചേഴ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അതുപോലെ CPU-ന്റെ ഫുൾ ഫോം ചോദിക്കാം. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നാണ് പറയുന്നത്, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം, അറിയാവുന്ന കാര്യമാണ്. റാൻഡം ആക്സസ് മെമ്മറി എക്സ്പാൻഡ് റാം ചോദിക്കാവുന്നതാണ്. കമ്പ്യൂട്ടറിന്റെ പാർട്സ് അറിയാവുന്നതാണ് നമുക്ക്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതുപോലെ വേറെ ഒന്നുമില്ല ഇതിനകത്തുനിന്ന് വരാനായിട്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അപ്പോ ബ്രെയിൻ, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ കൃത്യമായിട്ട് ഓർക്കാം. CPU-ന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കും. കമ്പ്യൂട്ടറിന്റെ പാർട്സ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം, ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. കമ്പ്യൂട്ടർ ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ബാക്കി ഫീച്ചേഴ്സും അപ്ലിക്കബിലിറ്റി, ഓരോ പവർ പോയിന്റ് നമ്മൾ പഠിച്ചു. ഇതിന്റെ അപ്ലിക്കബിലിറ്റി എന്താണ് ഹോസ്പിറ്റലുകളിൽ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അധികം ചോദിച്ചു കണ്ടിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം കേട്ടോ. ബാക്കി ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 8 ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഇന്നത്തെ ഭാഗങ്ങൾ. Insider threats. Okay. ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിനുള്ളിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികള് സ്ഥാപനത്തിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയിലേക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെയോ അറ്റാക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നതിനെയാണ് ഇൻസൈഡർ
ത്രെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചുരുക്കി പറയുകയാണെങ്കിൽ സ്ഥാപനത്തിനെതിരായിട്ട് ചാരപ്പണി നടത്തുന്നു. മനസ്സിലായോ? നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് മറ്റൊരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലേക്കോ ആ ഡാറ്റാസ് നമ്മൾ ചോർത്തി കൊടുക്കില്ലേ, അതിനെയാണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഓക്കെ, ക്ലിയർ ആയോ ആൽബിൻ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ് അല്ലെ. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് ഇത്തിരി എന്താണ് ലെങ്തി ആണ് ചാപ്റ്റർ. അപ്പോ മിസ് ചുരുക്കി പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്കും പെട്ടെന്ന് തീർക്കേണ്ട ആവശ്യമുണ്ട്. ആ ചാപ്റ്റർ കൂടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്സിന്റെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവും. ജസ്റ്റ് ചുരുക്കി എല്ലാ കാര്യങ്ങളും പറയാനാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് എടുത്തു കഴിയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും പറഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ബേസിസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ? ഓക്കെ, താങ്ക് യു.